BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കുമ്പളങ്ങിയിൽ 2020 പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാവിളയാട്ടം. കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മദ്യത്തിലും പണത്തിലും മുക്കുന്നുവെന്ന് സാബു എം ജേക്കബ്. ഞായറാഴ്ച വൈകുന്നേരം 9 മണിക്ക് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ച് കോർണർ മീറ്റിംഗുകൾ നടത്തിയിരുന്ന 2020 പ്രവർത്തകർക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. 2020 സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ബെന്നി ജോസഫ്, ജനപക്ഷം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ്, കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈനി ആന്റണി എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. കോൺഗ്രസ് പ്രവർത്തകർ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഷൈനി ആന്റണി അടക്കമുള്ള വനിതാ പ്രവർത്തകരോട് പെരുമാറിയത്. ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മദ്യത്തിലും പണത്തിലും മുക്കിയിരിക്കുകയാണെന്നും 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. തന്റെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയ പോലീസിനെ പ്രശംസിച്ച സംവിധായകൻ ജോഷി. സിനിമകളിൽ കാണുന്ന അന്വേഷണം ഒന്നുമല്ലെന്നും കൊച്ചി സിറ്റി പോലീസിന്റെ ലൈവ് ആക്ഷൻ നേരിട്ട് കണ്ട തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ജോഷി പറഞ്ഞു. സമൂഹത്തിന് മാതൃകയാണ് പോലീസ് എന്നും ജോഷി കൂട്ടിച്ചേർത്തു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കൊച്ചി കോർപ്പറേഷനുണ്ടായ മൊത്തം നഷ്ടം 120 കോടി രൂപയെന്ന് AG റിപ്പോർട്ട്. കോർപ്പറേഷനുണ്ടായ മൊത്തം നാശനഷ്ടങ്ങൾക്കായി സോണ്ടയിൽ നിന്ന് 120 കോടി ക്ലെയിം ചെയ്തു. എന്നാൽ കരാറുകാരനിൽ നിന്ന് പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബയോമൈനിങ്ങിന് സോണ്ട ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ 11 കോടി രൂപ ഫലമില്ലാതെ ചെലവഴിച്ചുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് റിപ്പോർട്ട്. ബ്രഹ്മപുരത്ത് പൈതൃക മാലിന്യ സംസ്കരണത്തിനുള്ള ടെൻഡർ നടപടികൾ അനന്തമായി നീളുകയും തീപിടുത്തം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതികാരോഗ്യ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന വസ്തുത കണക്കിലെടുത്താണ് 2005 ദുരന്ത നിവാരണ മാനേജ്മെന്റ് നിയമപ്രകാരം ബ്രഹ്മപുരത്ത് കുമിഞ്ഞുകൂടുന്ന മാലിന്യത്തിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് ചുമതല കോർപ്പറേഷനിൽ നിന്ന് ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. അതോടെ കോർപ്പറേഷൻ നേരത്തെ നൽകിയ ടെൻഡർ റദ്ദാക്കി. ബ്രഹ്മപുരം പ്ലാന്റിലെ മുനിസിപ്പൽ ഖരമാലിന്യത്തിന്റെ പുനരുദ്ധാരണം നടത്താൻ അനുയോജ്യമായ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സംസ്ഥാന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് KSIDC പ്രൊജക്ടിനായി ഈ ടെൻഡറുകൾ നടത്തി. ടെൻഡർ രേഖയിൽ നൽകിയിരിക്കുന്നത് പോലെയുള്ള ജോലിയുടെ വ്യാപ്തിക്കനുസൃതമായി സോണ്ട കമ്പനിക്ക് പദ്ധതിയുടെ നടത്തിപ്പിനുള്ള കരാറും നൽകി. 2016 SWM നിയമങ്ങൾ, CBCB മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പ്രകാരം ബയോമൈനിങ് ക്യാപ്പിംഗ് രീതികൾ സംയോജിപ്പിച്ച ബ്രഹ്മപുരത്ത് ഭൂമി വീണ്ടെടുക്കുകയായിരുന്നു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. 2020 ഓഗസ്റ്റ് 26 ടെൻഡറിന്റെ ഭാഗമായി സോണ്ട സമർപ്പിച്ച സാങ്കേതിക നിർദ്ദേശപ്രകാരം ബ്രഹ്മപുരം പ്ലാന്റിൽ 40 ഏക്കർ സ്ഥലത്ത് 4,75,139 CUM കുവിഞ്ഞുകൂടിയ ഖരമാലിന്യമുണ്ട്. അത് പ്രകാരം സോണ്ടയ്ക്ക് 54 കോടി രൂപയ്ക്ക് 2021 സെപ്റ്റംബർ 6 കരാർ നൽകി. സോണ്ട 2012 ജനുവരി 15 ബ്രഹ്മപുരത്ത് പൈതൃക മാലിന്യങ്ങളുടെ ജൈവഖനനം ആരംഭിച്ചു. കരാറുകാരൻ അഡ്വാൻസായി 1 കോടി രൂപ തന്നത് ഫണ്ടിൽ നിന്നും 2022 ഫെബ്രുവരി 5 സംസ്ഥാന ഫണ്ടിൽ നിന്ന് 6 കോടി രൂപ, 2022 ഫെബ്രുവരി 8 4 കോടി രൂപ, 2023 ജനുവരി 6 CFC ഫണ്ടിൽ നിന്ന് നൽകി. എന്നാൽ പൈതൃക മാലിന്യങ്ങളുടെ ബയോമൈനിങ് വളരെ സാവധാനത്തിലാണ് നടക്കുന്നതെന്നും ചില മാസങ്ങളിൽ ഒരു ജോലി നടന്നിട്ടില്ലെന്നും മുനിസിപ്പൽ എഞ്ചിനീയർ വിവിധ ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ബയോഖനനത്തിന്റെ പുരോഗതി നിരീക്ഷിക്കാൻ രൂപീകരിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡും സാങ്കേതിക സമിതിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കരാർ കമ്പനി ശരിയായ രീതിയിൽ മാലിന്യം വേർതിരിക്കുന്നില്ലെന്നും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആലുവ നഗരത്തിലെ കാനയിൽ വിഷപ്പാമ്പുകൾ നിറയുന്നതായി പരാതി. കൊച്ചി മെട്രോ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാനകൾ വൃത്തിയാക്കിയപ്പോഴാണ് നിരവധി പാമ്പുകളെ കണ്ടെത്തിയത്. ചൂട് കൂടിയതോടെ പാമ്പുകൾ കാന വിട്ട് പുറത്തേക്ക് വരുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രിഡ്ജ് റോഡിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പിന്റെ ഷട്ടറിനോട് ചേർന്ന് വലിയ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. രാവിലെ 8 കട തുറക്കാൻ വന്നപ്പോഴാണ് ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആളുകൂടിയപ്പോൾ പാമ്പ് ഇഴഞ്ഞ് കാനയിലേക്ക് തിരിച്ചു കയറിപ്പോയി. ബൈപ്പാസ് മുതൽ പാലസ് വരെയുള്ള കാനയിൽ നിരവധി പാമ്പുകൾ ഉള്ളതായി കൊച്ചി മെട്രോ കരാർ ജീവനക്കാരും പറയുന്നു. ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് പാമ്പുകളെ നടപ്പാത നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ ജോലിക്കാർ പറഞ്ഞു.
കളമശ്ശേരി സ്ഫോടന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ 3578 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. യഹോവയുടെ സാക്ഷികൾ എന്ന പ്രസ്ഥാനത്തോടുള്ള എതിർപ്പാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 8 പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിൽ തമ്മനം സ്വദേശി മാർട്ടിൻ ഡൊമിനിക് മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. കേസിൽ 294 സാക്ഷികളാണുള്ളത്. 137 തൊണ്ടി മുതലും 236 രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. തീവ്രവാദ ആക്രമണം നടത്തിയതിന് UAPA നിയമപ്രകാരവും സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള വകുപ്പുകളും കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയുടെ ജലഗതാഗത മേഖലയുടെ മുഖച്ഛായ മാറ്റിയ വാട്ടർ മെട്രോയ്ക്ക് നാളെ ഒരു വയസ്സ്. 2023 ഏപ്രിൽ 25 തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യാന്തര ആദ്യ വാട്ടർ മെട്രോ സർവീസ് 1 വർഷം പൂർത്തിയാകുമ്പോൾ 20 ലക്ഷം യാത്രക്കാർ എന്ന അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ആഘോഷ പരിപാടികളൊന്നും തന്നെ ഉണ്ടാകില്ലെങ്കിലും യാത്രക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീത നൃത്ത പരിപാടികളുമായി 1-ാം വർഷം ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് അധികൃതർ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.